നമ്മളിന്ന് നോക്കാൻ പോകുന്നത് കീ ഇഷ്യൂസ് ഇൻ പേഴ്സണാലിറ്റി. ഇത് പേഴ്സണാലിറ്റി തിയറീസ് ആൻഡ് അസസ്മെൻറ്റ് എന്ന് പറയുന്ന MA സൈക്കോളജിയിലെ ഫസ്റ്റ് ഇയറിലെ ഒരു പേപ്പറാണ്. അതിലെ ബ്ലോക്ക് 1-ലെ 4ാമത്തെ യൂണിറ്റാണ് കീ ഇഷ്യൂസ് ഇൻ പേഴ്സണാലിറ്റി. ഇത് പ്രധാനമായിട്ട് എക്സാമുമായിട്ട് ബന്ധപ്പെട്ട് ചോദിച്ച് കാണാറുള്ള വിവിധ ക്വസ്റ്റ്യൻസ് ഇതിൽ നിന്ന് വരുന്നുണ്ട്. ഇപ്പോൾ ഫ്രീക്വൻ്റായിട്ട് കാണുന്ന ഒരു ക്വസ്റ്റ്യൻ നേച്ചർ വേഴ്സസ് നർച്ചർ ഡിബേറ്റ്, പിന്നെ കീ ഇഷ്യൂസ് ഇൻ പേഴ്സണാലിറ്റി എന്ന് തന്നെ കാണാറുണ്ട്. പിന്നെ ഇഡിയോഗ്രഫിക്കൽ വേഴ്സസ് നോമത്തറ്റിക്കൽ അപ്രോച്ച് ടു പേഴ്സണാലിറ്റി ഇത് കാണാറുണ്ട്. പിന്നെ എന്താണ് ഈ ബിഗ് 5 ഫാക്ടേഴ്സ് മോഡൽ. അപ്പോൾ അതിനെപ്പറ്റി നമ്മൾ ഓൾറെഡി തന്നെ ഡിസ്കസ് ചെയ്ത കാര്യമാണ്. അത് വീഡിയോസ് ഈ ചാനലിൽ തന്നെയുണ്ട്, അത് കാണാത്തവർക്ക് അത് കാണാം. അപ്പം ഇത്രയധികം പ്രധാനപ്പെട്ട ടോപ്പിക്കുകൾ കവർ ചെയ്യുന്ന ഒരു പോർഷനും കൂടിയാണ്, ഒരു യൂണിറ്റ് കൂടിയാണ് കീ ഇഷ്യൂസ് ഇൻ പേഴ്സണാലിറ്റി. അപ്പം ഞാനിത് ചെയ്യുന്നത് ഈ പുസ്തകത്തിനകത്ത് പറഞ്ഞു പോയിരിക്കുന്ന കാര്യങ്ങൾ പറയുക എന്നുള്ളത് മാത്രമല്ല, ഒപ്പം ഈ ഒരു വിഷയത്തെ സംബന്ധിച്ചൊരു അണ്ടർസ്റ്റാൻഡിങ് ഉണ്ടാക്കത്തക്ക വിധത്തിലുള്ള ഒരു അവതരണം കൂടെ നടത്താനാണ് ഞാൻ ശ്രമിക്കുന്നത്. കാരണം ഈ കീ ഇഷ്യൂസുമായിട്ട് ബന്ധപ്പെട്ട് ഒന്നാമതായിട്ട് പറയുന്നത് നേച്ചർ വേഴ്സസ് നർച്ചർ ഡിബേറ്റാണ്. അതായത് നേച്ചറാണോ, നേച്ചർ എന്ന് ഉദ്ദേശിക്കുന്നത് എൻവയോൺമെൻറ്റൽ ഫാക്ടേഴ്സ്, ബയോളജിക്കലായിട്ടുള്ള ഫാക്ടേഴ്സ്, അതോ നർച്ചറാണോ എന്ന് വെച്ചാൽ നമ്മളെ എൻവയോൺമെൻറ്റൽ ഫാക്ടേഴ്സാണോ. ഇതിലേതാണ് ഒരാളുടെ പേഴ്സണാലിറ്റി ആയിട്ട് ബന്ധപ്പെട്ട് അല്ലെങ്കിൽ പേഴ്സണാലിറ്റി നിർണ്ണയിക്കുന്നതിനകത്ത് പ്രധാനപ്പെട്ട റോള് വഹിക്കുന്നത്. ഇതാണ് ഇവിടെയുള്ള ഒരു ക്വസ്റ്റ്യൻ. ഇത് പേഴ്സണാലിറ്റി മാത്രമല്ല, ഇൻ്റലിജൻസ് ആവാം, അല്ലെങ്കിൽ സൈക്കോളജിക്കലായിട്ടുള്ള മറ്റ് ആട്രിബ്യൂട്ട്സ് ആവാം. അപ്പം ഈ ഒരു ഡിബേറ്റ് നിൽക്കുക, ഇതിലേതിനാണ് പ്രാധാന്യം, ഏതാണ് അല്ലെങ്കിൽ ഒന്നിന് മാത്രമാണോ പ്രാധാന്യം എന്നുള്ളത്. അപ്പോൾ ഇതിനെ സംബന്ധിച്ചൊരു കൺക്ലൂഷൻ ഉണ്ടാക്കിയെടുക്കുന്നത് തുടർന്നുള്ള പഠനത്തിന് നല്ലതാണ്. ഒപ്പം നിങ്ങളിപ്പോൾ റിസർച്ച് അങ്ങനെയുള്ള മേഖലയിലേക്കൊക്കെ പോകുന്നുണ്ടെങ്കിൽ അതിന് ഉപകാരപ്പെടും. അപ്പോൾ ആ ഒരു ലക്ഷ്യം കൂടെ വെച്ചുകൊണ്ടാണ് ഞാനിത് ഈ ഒരു വിഷയത്തെ സംബന്ധിച്ച് സംസാരിക്കാനായിട്ട് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ നമുക്കേതായാലും നേച്ചർ വേഴ്സസ് നർച്ചർ ഡിബേറ്റിലേക്ക് പോകാം. നേച്ചർ വേഴ്സസ് നർച്ചർ ഡിബേറ്റ് വരുന്നത് ജെയിൻസ് ആൻഡ് പേഴ്സണാലിറ്റി എന്ന് പറയുന്ന ഒരു ഹെഡിങ്ങിൻ്റെ താഴെയാണ് വരുന്നത്. ഇതിനെ സംബന്ധിച്ചൊരു ഇൻട്രൊഡക്ഷൻ. നേച്ചർ വേഴ്സസ് നർച്ചർ ഈസ് എ ടൈം കോയിൻഡ് ബൈ ദി ഇംഗ്ലീഷ് വിക്ടോറിയൻ പോളിമാത്ത് ഫ്രാൻസിസ് ഗാൾട്ടൺ ആണ് ഇതിനെ സംബന്ധിച്ചൊരു ടേം എന്ന നിലയിൽ കോയിൻ ചെയ്തിരിക്കുന്നത്. അപ്പോൾ ആ കാലഘട്ടം മുതൽ തന്നെ, അപ്പോൾ നമുക്ക് ഊഹിക്കാൻ പറ്റും, ആ ഒരു കാലഘട്ടം മുതൽ തന്നെ ഈ ഒരു ഡിബേറ്റ് നിലനിന്നിരുന്നു എന്ന് നമുക്ക് കാണാൻ സാധിക്കും. അപ്പോൾ ഏതായാലും നമുക്ക് ഇതിലേക്ക് കടക്കാം. നേച്ചർ ആണ് പേഴ്സണാലിറ്റി നിർണ്ണയിക്കുന്നതിനകത്ത് ഇമ്പോർട്ടൻ്റ് എന്ന് പറയുന്ന ആളുകൾ. അതായത് നേച്ചർ എന്ന് പറയുന്നത് ബയോളജിക്കലായിട്ടുള്ള ജനറ്റിക്കലായിട്ടുള്ള ഫാക്ടേഴ്സ്, അതാണ് ഒരാളുടെ പേഴ്സണാലിറ്റി നിർണ്ണയിക്കുന്നതിനകത്ത് പ്രധാനപ്പെട്ട റോള് എന്ന് പറയുന്ന ആളുകളും, അതിന് നേരെ ഓപ്പോസിറ്റായിട്ടുള്ള എൻവയോൺമെൻറ്റൽ ഫാക്ടേഴ്സ് മാത്രമാണ് ജനറ്റിക്കൽ പേഴ്സണാലിറ്റി ഡെവലപ്മെൻറ്റ് നിർണ്ണയിക്കുന്ന പ്രധാനപ്പെട്ട ഘടകം എന്ന് പറയുന്ന ആളുകളും ഈ ഒരു ചരിത്രത്തിൽ പല കാലഘട്ടങ്ങളിലായിട്ട് ശക്തി ആർജിച്ചു വരികയും അവരുടെ ശക്തി ക്ഷയിക്കുകയും ചെയ്യുന്നതായിട്ട് നമുക്ക് കാണാനായിട്ട് സാധിക്കും. ഇപ്പോൾ ഒരു ഉദാഹരണം പറയുകയാണെങ്കിൽ ഫ്രാൻസിസ് ഗാൾട്ടൺ, അദ്ദേഹം നർച്ചർ തിയറിയുടെ വളരെ അതിൻ്റെ പ്രധാനപ്പെട്ട ഒരാളാണ് ഫ്രാൻസിസ് ഗാൾട്ടൺ. അപ്പം നർച്ചർ തിയറി എന്താണെന്ന് നമുക്ക് ഒരു ഐഡിയ കിട്ടിക്കാണുമല്ലോ. അതൊന്നും കൂടെ പറയാം. ബയോളജിക്കലായിട്ടുള്ള ജനറ്റിക്കലായിട്ടുള്ള ഫാക്ടേഴ്സാണ് പേഴ്സണാലിറ്റിയെ നിർണ്ണയിക്കുന്നതിനകത്തുള്ള പ്രധാനപ്പെട്ട റോള്, അല്ലെങ്കിൽ അത് മാത്രമാണ് പേഴ്സണാലിറ്റി നിർണ്ണയിക്കുന്നത് എന്ന് പറയുന്ന ആളുകളെയാണ് നമ്മൾ നർച്ചർ തിയറിസ്റ്റ് എന്ന് പറയുന്നത്. നേരെ മറിച്ച് എൻവയോൺമെൻറ്റൽ ഫാക്ടേഴ്സാണ് പേഴ്സണാലിറ്റി നിർണ്ണയിക്കുന്നത്, എൻവയോൺമെൻറ്റൽ ഫാക്ടേഴ്സ് മാത്രമാണ് പേഴ്സണാലിറ്റി നിർണ്ണയിക്കുന്നത് എന്ന് പറയുന്ന ആളുകളെ നമുക്ക് നർച്ചർ തിയറിസ്റ്റ് എന്നും വിളിക്കേണ്ടി പറ്റും. അപ്പോൾ ഈ നർച്ചർ തിയറിസ്റ്റും നേച്ചർ തിയറിസ്റ്റും പലപ്പോഴും ചരിത്രത്തിൽ വന്നു പോയിട്ടുണ്ട്. അപ്പോൾ ഫ്രാൻസിസ് ഗാൾട്ടൺ എന്ന് പറയുന്ന ആൾ, അദ്ദേഹം ഈ നർച്ചർ തിയറിസ്റ്റുകളിലെ നർച്ചറിൻ്റെ ഒരു പ്രധാനപ്പെട്ട വക്താവായിരുന്നു. അപ്പം അദ്ദേഹം ചാൾസ് ഡാർവിൻ്റെ ഒരു ബന്ധു കൂടിയാണ്.
മാത്രമല്ല ഈ ചാൾസ് ഡാർവിൻ്റെ തിയറി ഈ നർച്ചർ തിയറിസ്റ്റുകളുടെ ഡെവലപ്മെൻറ്റിനും അതിൻ്റെ അവരുടെ ഒരു ഇൻഫ്ലുവൻസ് വർദ്ധിപ്പിക്കുന്നതിനും അല്ലെങ്കിൽ നർച്ചറാണ് പേഴ്സണാലിറ്റി നിർണ്ണയിക്കുന്ന ഘടകമെന്ന നിലയിലേക്കുള്ള റിസർച്ചുകൾ പോകുന്നതിനും ഒരു പ്രധാനപ്പെട്ട പങ്ക് വഹിച്ചിട്ടുള്ള ഒരു കാര്യം കൂടിയാണ് ഈ ചാൾസ് ഡാർവിൻ്റെ തിയറികൾ. അതിൻ്റെ ഒരു ഇൻഫ്ലുവൻസ് വളരെയധികം ഉണ്ട്. അപ്പം ഫ്രാൻസിസ് ഗാൾട്ടനും അങ്ങനെ ഒരാളാണ്. അദ്ദേഹം ഒരു ഉദാഹരണം പറയുകയാണെങ്കിൽ ഇയോജിനിസ് എന്ന് പറയുന്ന ഒരു മൂവ്മെൻറ്റ് തന്നെ ഡെവലപ്പ് ചെയ്തു. കാരണം മൃഗങ്ങളിലും ഒക്കെ സെലക്റ്റീവ് ബ്രീഡിങ് നമ്മൾ നടത്താറുണ്ട്. ചില സ്പെസിഫിക് ആയിട്ടുള്ള ക്വാളിറ്റീസ് ഉണ്ടാക്കിയെടുക്കുന്നതിന് വേണ്ടി നമ്മൾ സെലക്റ്റീവ് ബ്രീഡിങ് നടക്കുന്നുണ്ട്. അപ്പോൾ അത്തരത്തിലുള്ള ബ്രീഡിങ് നടത്തണം എന്നുള്ള നിലയിലുള്ള മൂവ്മെൻറ്റ്, അതിൻ്റെ ഹിസ്റ്ററിയിലേക്കൊന്നും ഞാൻ പോകുന്നില്ല, ജസ്റ്റ് ഒന്ന് മെൻഷൻ ചെയ്യുക മാത്രമേ ചെയ്യുന്നുള്ളൂ. ആ ഒരു മൂവ്മെൻറ്റുകൾ കൊണ്ടുവന്നിട്ടുള്ള ആളാണ് ഈ ഫ്രാൻസിസ് ഗാൾട്ടൻ എന്ന് പറയുന്നത്. അപ്പം അതായത് നമ്മുടെ ജെനറ്റിക്കൽ ഫാക്ടേഴ്സ് നമ്മുടെ പേഴ്സണാലിറ്റി നിർണ്ണയിക്കുന്നതിനകത്ത് പ്രധാനപ്പെട്ട റോള് വഹിക്കുന്നു, അല്ലെങ്കിൽ അത് മാത്രമാണ് എന്ന് പറയുന്ന ഒരു രീതിയിൽ പോകുന്നു. അപ്പോൾ അതിനുവേണ്ടി അദ്ദേഹത്തിൻ്റെ ഒരു ക്വാളിറ്റീസ് എന്ന് പറഞ്ഞാൽ ഈ ഇൻ്റലിജൻസ് ഒക്കെ അളക്കാനായിട്ടുള്ള പലതരത്തിലുള്ള ടെസ്റ്റുകളൊക്കെ നടത്തിയിട്ടുള്ള ആളുകൂടിയാണ് ഈ ഫ്രാൻസിസ് ഗാൾട്ടൻ എന്ന് പറയുന്ന ആൾ. അപ്പം അതിനുശേഷം ഈ ഒരു അദ്ദേഹം ജീവിച്ചിരുന്ന 1800-കളുടെ അവസാനത്തോടു കൂടിയൊക്കെയാണ് ജീവിച്ചിരുന്നത്. അതിനുശേഷം നമ്മൾ കാണുന്നതെന്ന് പറഞ്ഞാൽ പിന്നീട് ഇങ്ങോട്ട് വരുമ്പോഴത്തേക്ക് ബിഹേവിയറിസ്റ്റുകൾ വരുന്നുണ്ട്. ബിഹേവിയറിസ്റ്റുകൾ പേഴ്സണാലിറ്റി ഡെവലപ്മെൻറ്റിൻ്റെ, സൈക്കോളജിക്കൽ ഡെവലപ്മെൻറ്റിൻ്റെ ഒരു പ്രത്യേക ഘട്ടത്തിൽ ഉദയം ചെയ്ത് വരുന്ന ആളുകളാണ് ഈ ബിഹേവിയറിസ്റ്റുകൾ എന്ന് പറയുന്നത്. അപ്പോൾ 1990-കളുടെ ആദ്യമോ അല്ലെങ്കിൽ മിഡിൽ പോർഷനൊക്കെ ആകുമ്പോഴത്തേക്ക്, 90-കളുടെ മധ്യമൊക്കെ ആകുമ്പോഴത്തേക്ക് ഈ ബിഹേവിയറിസ്റ്റുകളുടെ തിയറികൾക്ക് വളരെയധികം സ്വാധീനം സമൂഹത്തിൽ ഉണ്ടായിട്ടുണ്ട്, കാണാൻ പറ്റും. അപ്പോൾ ബിഹേവിയറിസ്റ്റുകൾ പൊതുവെ അവരുടെ ഒരു പൊതു സ്വഭാവം എന്ന നിലയിൽ കാണാൻ വേണ്ടി പറയാൻ പറ്റുന്നത് അവർ നർച്ചറിസ്റ്റുകളാണ്, നർച്ചർ തിയറിസ്റ്റുകളാണ്. അതായത് ജെനറ്റിക്കൽ ഫാക്ടേഴ്സിനല്ല, മറിച്ച് എൻവയോൺമെൻറ്റൽ ഫാക്ടേഴ്സിന് ആണ് ഒരാളുടെ പേഴ്സണാലിറ്റി നിർണ്ണയിക്കുന്നതിനകത്തുള്ള പ്രധാനപ്പെട്ട റോള് എന്ന് പറയുന്ന ആളുകളാണ് നർച്ചർ തിയറിസ്റ്റുകൾ അല്ലെങ്കിൽ ബിഹേവിയറിസ്റ്റുകൾ എന്ന് പറയാം. ഇപ്പോൾ ഒരു ഉദാഹരണം പറയുകയാണെങ്കിൽ ജെ വി വാട്സൺ ബിഹേവിയറിസത്തിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരാളായിട്ട് നമ്മൾ കരുതപ്പെടുന്ന ആളാണ്. ജെ വി വാട്സൺ അമേരിക്കൻ സൈക്കോളജിസ്റ്റാണ്. അദ്ദേഹം നർച്ചർ തിയറിസ്റ്റ് ആണ്. ഒപ്പം തന്നെ അദ്ദേഹം പറഞ്ഞൊരു വാക്ക് ഇപ്പോഴും നമ്മൾ മനസ്സിലാക്കിയിരിക്കണം. കാരണം നിങ്ങളൊരു കുട്ടിയെ തരൂ, ആ കുട്ടീനെ ഞാൻ ഡോക്ടറോ എൻജിനീയറോ അതല്ലേ കള്ളനോ എങ്ങനെ വേണേലും ആക്കി തീർക്കാനായിട്ട് പറ്റും എന്ന് പറഞ്ഞാൽ ട്രെയിനിങ്ങിലൂടെ, എൻവയോൺമെൻറ്റൽ ഫാക്ടേഴ്സിൻ്റെ ഇൻഫ്ലുവൻസിലൂടെ ഒരു വ്യക്തിയെ എങ്ങനെ വേണേലും മാറ്റി തീർക്കാനായിട്ട് സാധിക്കുമെന്നുള്ളതാണ് അദ്ദേഹം അതുവഴി ഉദ്ദേശിച്ചിരിക്കുന്നത്. ഈ നർച്ചർ തിയറിസ്റ്റുകൾ അല്ലെങ്കിൽ ബിഹേവിയറിസ്റ്റുകൾ മനസ്സിനെ കാണുന്നത് താബുല റാസ എന്നുള്ള നിലയിൽ. താബുല റാസ എന്ന് പറഞ്ഞാൽ ബ്ലാങ്ക് സ്ലേറ്റ് എന്ന് പറഞ്ഞാൽ പ്രത്യേകിച്ചൊന്നും എഴുതാത്ത ഒരു സ്ലേറ്റ് പോലെയാണ് കുട്ടിയുടെ മനസ്സ് എന്നാണ് ഈ നർച്ചർ തിയറിസ്റ്റുകൾ അല്ലെങ്കിൽ ബിഹേവിയറിസ്റ്റുകൾ പ്രധാനമായിട്ട് കാണുന്നത്. ഈ നർച്ചർ തിയറിസ്റ്റുകളും ബിഹേവിയറിസ്റ്റുകളും ഒന്നാണെന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടതില്ല. നർച്ചർ തിയറിസ്റ്റുകൾ വേറെ, ബിഹേവിയറിസ്റ്റുകൾ വേറെ. പക്ഷേ എന്നാലും ബിഹേവിയറിസം നർച്ചർ തിയറിസ്റ്റുകളായിട്ട് കുറേയധികം റിലേറ്റ് ചെയ്ത് നിൽക്കുന്ന കാര്യം കൂടിയാണ്. ഇങ്ങനെ അങ്ങ് മനസ്സിലാക്കിയാൽ മതി. അപ്പം അവിടെ ആ ഒരു ബ്ലാങ്ക് സ്ലേറ്റിൽ, കുട്ടിയുടെ ബ്ലാങ്ക് സ്ലേറ്റ് ആയിട്ടുള്ള മനസ്സിൽ എന്ത് വേണേലും എഴുതാം. ആ എഴുതുന്ന കാര്യമായിരിക്കും കുട്ടിയുടെ ബിഹേവിയറായിട്ട് അല്ലെങ്കിൽ പേഴ്സണാലിറ്റി ആയിട്ട് ഡെവലപ്പ് ചെയ്യുക. ഈ ഒരു കൺസെപ്റ്റാണ് ബിഹേവിയറിസ്റ്റുകൾ മുമ്പോട്ട് വെക്കുന്നത്. അപ്പോൾ നമ്മൾ സൈക്കോളജിയുടെ ഒരു ചരിത്രം പരിശോധിക്കുമ്പം ഈ രണ്ട് കാര്യങ്ങളും മാറിയും കയറിയൊക്കെ വരുന്നതായിട്ട് നമുക്ക് കാണാനായിട്ട് സാധിക്കും. അപ്പം നമ്മൾ ഇപ്പം സെലക്റ്റീവ് ബ്രീഡിങ് അതുപോലുള്ള കാര്യങ്ങൾ എടുത്ത് നോക്കുമ്പം നമുക്ക് ഒരു കൺക്ലൂഷൻ എത്താണ്ടി പറ്റുന്നത് നേച്ചറിന്, അതായത് നമ്മുടെ ജെനറ്റിക്കൽ ഫാക്ടേഴ്സിന് നമ്മുടെ പേഴ്സണാലിറ്റി നിർണ്ണയിക്കുന്നതിനകത്ത് ഒരു റോളുണ്ട് എന്ന് നമുക്ക് കാണാനായിട്ട് സാധിക്കും. ഒരു ഹൈപ്പോത്തസിസ് എന്ന നിലയിൽ നമുക്ക് കാണാൻ വേണ്ടി പറ്റും. നേരെ ഇപ്പം ബിഹേവിയറിസ്റ്റുകളുടെ തിയറികൾ, ഇപ്പം ക്ലാസിക്കൽ കണ്ടീഷനിങ്, ഓപ്പൺഡ് കണ്ടീഷനിങ്, ഒബ്സർവേഷൻ ലേണിംഗ്, അപ്പോൾ ഇതൊക്കെ നമ്മൾ നോക്കുമ്പം ഈ ലേണിങ്ങിലൂടെ ആളുകളുടെ പേഴ്സണാലിറ്റിക്കകത്ത് ചേഞ്ചസ് വരുന്നില്ലേ? അപ്പം എൻവയോൺമെൻറ്റ് ഫാക്ടേഴ്സിന് അതിനകത്ത് റോളില്ലേ എന്ന് നമുക്ക് ഊഹിക്കേണ്ടി പറ്റും. അപ്പോൾ ഇവിടുത്തെ ക്വസ്റ്റ്യൻ ഇതാണ്, ഈ എൻവയോൺമെൻറ്റൽ ഫാക്ടേഴ്സിനകത്ത് റോളുണ്ട്, ജെനറ്റിക്കൽ ഫാക്ടേഴ്സിനകത്തും ഒരു ആളുടെ പേഴ്സണാലിറ്റി നിർണ്ണയിക്കുന്നതിനകത്ത് റോളുണ്ട്. ഇതിലേതിനാണ് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള റോള് ഉള്ളത് എന്നൊരു ക്വസ്റ്റ്യൻ ഉണ്ട്.
ഏതൊക്കെ കാര്യങ്ങളിൽ എന്തിനൊക്കെയാണ് ഇമ്പോർട്ടൻസ് എന്നുള്ളത് രണ്ടാമത്തെ ഒരു ചോദ്യം ഉണ്ട്. അതായത് ഒരു ഉദാഹരണം പറയുകയാണെങ്കിൽ ഷൈനെസ്, പേഴ്സണാലിറ്റിയുടെ ഒരു ഭാഗമായിട്ട് വരുന്ന ഒരു കാര്യമാണ് ഷൈനെസ്. ഷൈനെസ് നിർണ്ണയിക്കുന്നതിനകത്ത് ജനറ്റിക്കൽ ഫാക്ടേഴ്സിനകത്താണോ ഫാക്ടറിനാണോ അതോ എൻവയോൺമെൻറ്റൽ ഫാക്ടറിനാണോ കൂടുതൽ ഇമ്പോർട്ടൻറ്റ് എന്ന് നമുക്ക് വേണമെങ്കിൽ ചോദിക്കാം. അപ്പം പേഴ്സണാലിറ്റിയുടെ തന്നെ പല ഘടകങ്ങളുണ്ട്. ഈ പല ഘടകങ്ങളെ നിർണ്ണയിക്കുന്നതിനകത്ത് ഈ പറയുന്ന ഓരോ എൻവയോൺമെൻറ്റൽ ഫാക്ടേഴ്സിനും അതുപോലെ തന്നെ ജനറ്റിക്കൽ ഫാക്ടേഴ്സിനുള്ള റോൾ എന്താണ് എന്ന് നമുക്കൊരു ക്വസ്റ്റ്യൻ അവിടെ ഉണ്ടാവും. അപ്പം ഈ ഒരു ക്വസ്റ്റ്യനുകളെ എങ്ങനെയാണ് ആൻസർ ചെയ്യുക? ഇപ്പോൾ നമ്മൾക്ക് ആൻസർ ചെയ്യാൻ വേണ്ടി പറ്റുന്ന 2 മെത്തേഡുകളാണുള്ളത്, പ്രധാനപ്പെട്ട 2 മെത്തേഡുകൾ. ഉറപ്പായിട്ട് റിസർച്ച് ആണല്ലോ. ആ റിസർച്ചിനകത്ത് തന്നെ 2 മെത്തേഡുകൾ, 2 സ്റ്റഡീസുകൾ ഉള്ളത്. ഒന്നാണ് ട്വിൻ സ്റ്റഡീസ്, 2 അഡോപ്ഷൻ സ്റ്റഡി. അപ്പോൾ എന്താണ് ട്വിൻ സ്റ്റഡി, എന്താണ് അഡോപ്ഷൻ സ്റ്റഡി എന്ന് നമുക്ക് നോക്കാം. അതായത് ട്വിൻ സ്റ്റഡീസ് എന്ന് പറഞ്ഞാൽ 2 തരത്തിലുള്ള ട്വിൻസുകളുണ്ടാവും. ഇപ്പോൾ മോണോസൈഗോട്ടിക് ഉണ്ട്, ഡൈസൈഗോട്ടിക് ട്വിൻസുകളുണ്ട്. മോണോസൈഗോട്ടിക് ട്വിൻസിൻ്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ അവരുടെ ജീനോടൈപ്പ് എന്ന് പറയുമ്പോൾ 100% ഒരുപോലെ ആയിരിക്കും. അവർ ഒരു സൈഗോട്ടിൽ നിന്ന്, സൈഗോട്ട് നിങ്ങൾക്ക് അറിയാമായിരിക്കുമല്ലോ എന്താണെന്നുള്ളത്, ഒരു സൈഗോട്ടിൽ നിന്ന്, അതായത് എഗ്ഗും സ്പേമും ഫ്യൂസ് ചെയ്ത് ഉണ്ടായി വരുന്നതാണ് സൈഗോട്ട്. ആ ഒരു സൈഗോട്ടിൽ നിന്ന് ഡെവലപ്പ് ചെയ്ത് വന്നിരിക്കുന്ന കുട്ടികളാണ്. അതുകൊണ്ടാണ് നമ്മൾ അവരെ മോണോസൈഗോട്ടിക് ട്വിൻസ് എന്ന് നമ്മൾ വിളിക്കുന്നത്. അവരെ വിളിക്കുന്ന മറ്റൊരു പേരാണ് ഐഡൻറ്റിറ്റിക്കൽ ട്വിൻസ്. എന്ന് വെച്ചാൽ അവർ ഐഡൻറ്റിറ്റിക്കലാണ്, എല്ലാ കാര്യങ്ങളിലും ഒരേപോലെയാണ് എന്നുള്ളതാണ്. അപ്പോൾ അവരെ നമുക്ക് ഐഡൻറ്റിറ്റിക്കൽ ട്വിൻസ് എന്ന് വിളിക്കേണ്ടി പറ്റും. രണ്ടാമത്തെ തരത്തിലുള്ള ട്വിൻസാണ് ഡൈസൈഗോട്ടിക് ട്വിൻസ്. ഡൈസൈഗോട്ടിക് ട്വിൻസ് എന്ന് പറഞ്ഞാൽ അവർ 50%, മറ്റേ 100 ആണെങ്കിൽ ഇവർ 50%ഉള്ള ജനറ്റിക്കലായിട്ടുള്ള മേക്കപ്പുകൾ ഒരേപോലെ ആയിരിക്കും. അതാണ് ഡൈസൈഗോട്ടിക് ട്വിൻസ്. അപ്പോൾ അവർ 2 സൈഗോട്ടുകൾ നിന്നായിരിക്കും ഡെവലപ്പ് ചെയ്ത് വരുന്നത്. അപ്പോൾ സൈഗോട്ട് എന്താണെന്ന് ഞാൻ മുമ്പ് പറഞ്ഞു. അപ്പോൾ അത്തരത്തിലുള്ള 2 സൈഗോട്ടിൽ നിന്ന് ഒരേപോലെ ഉണ്ടായി വരുന്ന ട്വിൻസിനെയാണ് നമ്മൾ എന്താണ് ഡൈസൈഗോട്ടിക് ട്വിൻസ് എന്ന് പറയുന്നത്. മറ്റേത് മോണോസൈഗോട്ടിക് ട്വിൻസും ഇത് ഡൈസൈഗോട്ടിക് ട്വിൻസും. ഈ ഡൈസൈഗോട്ടിക് ട്വിൻസിനെ വിളിക്കുന്ന മറ്റൊരു പേരാണ് ഫെർട്ടേണൽ ട്വിൻസ് എന്ന് പറയുന്നത്. മറ്റേതാണെങ്കിൽ എന്താണ് ഐഡൻറ്റിക്കൽ ട്വിൻസും ഇത് ഫെർട്ടേണൽ ട്വിൻസും എന്ന് പറയുന്നത്. അപ്പോൾ ഞാൻ ഈ വാക്കുകൾ പറഞ്ഞത് ഞാൻ എപ്പോഴും മാറ്റിയും കയറ്റി മാറിയൊക്കെ ഉപയോഗിക്കും. അപ്പം നിങ്ങൾ ശ്രദ്ധിക്കുക എന്നുള്ളത്. അപ്പം ഈ ട്വിൻ സ്റ്റഡീസ് നടത്തിയതിൻ്റെ അടിസ്ഥാനത്തിൽ നമുക്ക് എന്താണ് എൻവയോൺമെൻറ്റൽ ഫാക്ടേഴ്സ് ആണോ അതോ ജനറ്റിക്കൽ ഫാക്ടേഴ്സ് ആണോ ഒരാളുടെ പേഴ്സണാലിറ്റി നിർണ്ണയിക്കുന്നതിനകത്ത് പ്രധാനപ്പെട്ട റോൾ ഉള്ളത് എന്ന് നമുക്ക് മനസ്സിലാക്കാനായിട്ട് സാധിക്കും. ഓക്കെ, അപ്പം ഒരു പ്രധാനപ്പെട്ട സ്റ്റഡി നടത്തി എന്ന് പറഞ്ഞാൽ ഇപ്പം ആറ്റിറ്റ്യൂഡുമായിട്ട് ബന്ധപ്പെട്ട് ഒരു ട്വിൻ സ്റ്റഡി നടന്നിട്ടുണ്ട്. ആ ട്വിൻ സ്റ്റഡിയിൽ ഇപ്പം മോണോസൈഗോട്ടിക് ആയിട്ടുള്ള ട്വിൻസ് പെയറും ഡൈസൈഗോട്ടിക് ആയിട്ടുള്ള ട്വിൻസ് പെയറിനെയും നമ്മൾ അവരുടെ ആറ്റിറ്റ്യൂഡ്, പല വിഷയങ്ങളിലുള്ള ആറ്റിറ്റ്യൂഡ് നമ്മൾ കമ്പയർ ചെയ്യും. അപ്പോൾ കമ്പയർ ചെയ്യുമ്പോൾ നമുക്ക് മനസ്സിലാവും, അതായത് മോണോസൈഗോട്ടിക് ആയിട്ടുള്ള ട്വിൻസിന് ആറ്റിറ്റ്യൂഡിൻ്റെ കാര്യത്തിൽ സെയിം അഭിപ്രായമാണ് വരുന്നതെങ്കിൽ നമുക്ക് പറയാൻ പറ്റും ഓക്കെ അവിടെ ജനറ്റിക്കൽ ഫാക്ടേഴ്സിനൊരു പ്രാധാന്യമുണ്ടെന്ന് നമുക്ക് പറയാൻ പറ്റും. ഇനി അതല്ല, ഡൈസൈഗോട്ടിക് നമ്മൾ പരിശോധിക്കുമ്പോൾ അവരുടെ ആറ്റിറ്റ്യൂഡിനകത്തൊക്കെ കുറേയൊക്കെ സിമിലാരിറ്റി ഉണ്ട്, കുറേയൊക്കെ ഡിഫറൻസും ഉണ്ട് എന്ന് നമ്മൾ നോക്കുന്നു. അപ്പോൾ ഈ 2 പേഴ്സിനെ നമ്മൾ കമ്പയർ ചെയ്യുമ്പം അവരുടെ ജനറ്റിക്കൽ ഫാക്ടേഴ്സും ആറ്റിറ്റ്യൂഡും തമ്മിലുള്ള കോറിലേഷൻ നമ്മൾ പരിശോധിക്കുമ്പം നമുക്ക് മനസ്സിലാകും അവിടെ എനിക്ക് ജനറ്റിക്കൽ ഫാക്ടേഴ്സിന് എന്തെങ്കിലും പ്രാധാന്യമുണ്ടോ അതോ എൻവയോൺമെൻറ്റൽ ഫാക്ടേഴ്സിന് മാത്രമാണോ പ്രാധാന്യം എന്ന് നമുക്ക് കൃത്യമായിട്ട് തന്നെ പഠിക്കാൻ വേണ്ടി പറ്റും. അപ്പോൾ അങ്ങനെ ഒരു സ്റ്റഡി നടക്കുകയും ആ സ്റ്റഡി റിവീൽ ചെയ്ത കാര്യം എന്ന് പറഞ്ഞാൽ, അതായത് ആറ്റിറ്റ്യൂഡ് നിർണ്ണയിക്കുന്നതിനകത്ത് എൻവയോൺമെൻറ്റൽ ഫാക്ടേഴ്സിനാണ് ജനറ്റിക്കൽ ഫാക്ടേഴ്സിനേക്കാൾ പ്രാധാന്യം എന്നാണ് ആ ഒരു സ്റ്റഡി റിവീൽ ചെയ്യുന്നത്. എന്നാൽ എൻവയോൺമെൻറ്റൽ ഫാക്ടേഴ്സിന് തീരെ പ്രാധാന്യമില്ല എന്നുള്ള ജനറ്റിക്കൽ ഫാക്ടേഴ്സിന് തീരെ പ്രാധാന്യമില്ല എന്നുള്ള അർത്ഥത്തിലല്ല. ഇപ്പം ചില ആക്ടിവിറ്റീസ്, പെർസ്പെക്റ്റീവ് ഓൺ സം ആക്ടിവിറ്റീസ്, അതിലൊക്കെ എന്ന് പറഞ്ഞാൽ
ജനറ്റിക്കൽ ഫാക്ടേഴ്സിൻ്റെ ഇൻഫ്ലുവൻസ് കാണാനായിട്ട് സാധിക്കുന്നുണ്ട്. ഇപ്പോൾ ഒരു ഉദാഹരണം പറയുകയാണെങ്കിൽ സോഷ്യബിലിറ്റിയിൽ നമുക്ക് ജനറ്റിക്കൽ ഫാക്ടേഴ്സ് ആറ്റിറ്റ്യൂഡ് ഉണ്ടായി വരുന്നതിനകത്ത് ജനറ്റിക്കൽ ഫാക്ടേഴ്സിൻ്റെ ഇൻഫ്ലുവൻസ് നമുക്ക് കാണാനായിട്ട് സാധിക്കുന്നുണ്ട്. അപ്പം അങ്ങനൊരു സ്റ്റഡി നടന്നിട്ടുണ്ട്. അതോടൊപ്പം തന്നെ മറ്റൊരു സ്റ്റഡി എന്ന് പറഞ്ഞാൽ ഷൈനസുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള ഒരു സ്റ്റഡിയാണ് അടുത്തൊരു സ്റ്റഡിയായിട്ട് പറയുന്നത്. അപ്പം ഷൈനസ് നിർണ്ണയിക്കുന്നതിനകത്ത് ഇതേപോലെ തന്നെ നടത്തിയ ഒരു പഠനമാണ്. എൻവയോൺമെൻറ്റിനകത്താണോ അതോ ജനറ്റിക്കിനകത്താണോ കൂടുതൽ പ്രാധാന്യം എന്ന് പരിശോധിക്കുകയാണ്. ഇതൊരു അഡോപ്ഷൻ സ്റ്റഡിയാണ്. അതായത് നമുക്ക് പേഴ്സണാലിറ്റിയും ജനറ്റിക്കൽ ഫാക്ടേഴ്സും അല്ലെങ്കിൽ എൻവയോൺമെൻറ്റ് ഫാക്ടേഴ്സും തമ്മിലുള്ള ബന്ധം മനസ്സിലാക്കാൻ വേണ്ടി ഒരു മെത്തേഡ് എന്ന് പറഞ്ഞാൽ ഈ ട്വിൻ സ്റ്റഡി നടത്താം. അടുത്ത രീതി എന്ന് പറഞ്ഞാൽ അഡോപ്ഷൻ സ്റ്റഡീസ് നോക്കാം. ഈ അഡോപ്ഷൻ സ്റ്റഡി എന്ന് പറഞ്ഞാൽ ഇപ്പോൾ നമ്മളൊരു കുട്ടീനെ അഡോപ്റ്റ് ചെയ്തിരിക്കുന്നു. അപ്പോൾ അഡോപ്റ്റ് ചെയ്യുമ്പം അയാളുടെ പേഴ്സണാലിറ്റി, ആ കുട്ടിയുടെ പേഴ്സണാലിറ്റി അഡോപ്റ്റ് ചെയ്യപ്പെട്ട പേരൻസിൻ്റെ പേഴ്സണാലിറ്റി ആയിട്ട് മാച്ച് ചെയ്യുന്ന വിധത്തിലാണ് ഉണ്ടായി വരുന്നതെങ്കിൽ അവിടെ നമുക്ക് കൺക്ലൂഡ് ചെയ്യേണ്ടി പറ്റും എൻവയോൺമെൻറ്റ് ഫാക്ടേഴ്സിനാണ് കൂടുതൽ പ്രാധാന്യം എന്നുള്ളത്. നേരെ തിരിച്ച് ആ അഡോപ്റ്റ് ചെയ്ത കുട്ടിയുടെ പേഴ്സണാലിറ്റി ബയോളജിക്കൽ പേരൻസിനുമായിട്ട് ബന്ധപ്പെട്ടാണ് നിൽക്കുന്നതെങ്കിൽ അവിടെ നമുക്ക് കൺക്ലൂഡ് ചെയ്യേണ്ടി പറ്റും ജനറ്റിക്കൽ ഫാക്ടേഴ്സിനാണ് ഇമ്പോർട്ടൻ്റ് എന്നുള്ളത്. അപ്പം ഈ ഒരു ഒരു അഡോപ്റ്റഡ് സ്റ്റഡി നടത്തിയപ്പം ഷൈനസും ഈ ജനറ്റിക്കൽ ഫാക്ടേഴ്സ് എൻവയോൺമെൻറ്റൽ ഫാക്ടേഴ്സും തമ്മിലുള്ള ബന്ധം പരിശോധിക്കുകയാണ് ചെയ്തത്. അവിടെ കാണാൻ സാധിച്ചതെന്ന് പറഞ്ഞാൽ ബയോളജിക്കലായിട്ടുള്ള പേരൻസ്, അത് ഹൈലി ഷൈനസ് ഉള്ള ബയോളജിക്കലായിട്ടുള്ള പേരൻസിൻ്റെ കുട്ടികൾക്ക് ഷൈനസ് ഉണ്ടാവാനായിട്ടുള്ള സാധ്യത വളരെ കൂടുതലാണ്, അല്ലെങ്കിൽ അങ്ങനെ കാണുന്നുണ്ട് എന്നാണ് ഈ ഒരു സ്റ്റഡിയുടെ കൺക്ലൂഷൻ എന്ന് പറഞ്ഞാൽ. അപ്പം അതായത് ജനറ്റിക്കൽ ഫാക്ടേഴ്സും അവിടെ ഷൈനസും തമ്മിലുള്ള ഹൈ ലെവൽ ഓഫ് കോറിലേഷൻ ഉണ്ട് എന്നുള്ളതാണ് ഈ ഒരു സ്റ്റഡി റിവീൽ ചെയ്യുന്നത്. ഇനി അതുപോലെ തന്നെ ഒരു ആൻറ്റി സോഷ്യൽ പേഴ്സണാലിറ്റി ഡിസോർഡറുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള ഒരു സ്റ്റഡിയും കൂടെ നടത്തി. അതും ഒരു അഡോപ്ഷൻ സ്റ്റഡിയാണ് നടത്തിയിട്ടുള്ളത്. ആ അഡോപ്ഷൻ സ്റ്റഡിയിൽ കാണാൻ വേണ്ടി സാധിച്ചത് ഈ ആൻറ്റി സോഷ്യൽ പേഴ്സണാലിറ്റി ടെൻഡൻസി ഉള്ള പേരൻസിൻ്റെ കുട്ടികൾക്ക്, ആ കുട്ടികൾ അഡോപ്റ്റഡ് ആണെങ്കിൽ കൂടിയും ആൻറ്റി സോഷ്യൽ പേഴ്സണാലിറ്റി ടെൻഡൻസീസ് കാണിക്കുന്നു എന്നുള്ളതാണ് അത് റിവീൽ ചെയ്തത്. ഇനിയിപ്പം ആൻറ്റി സോഷ്യൽ പേഴ്സണാലിറ്റി ഉള്ള പേരൻസിൻ്റെ കുട്ടികളും ആ കുട്ടീനെ അഡോപ്റ്റ് ചെയ്യുന്ന ഫാമിലിയിലും അവർക്കും ഈ ആൻറ്റി സോഷ്യൽ പേഴ്സണാലിറ്റി ടെൻഡൻസീസ് ഉണ്ടെന്ന് വിചാരിക്കാം. അങ്ങനെയാണെങ്കിൽ ആ കുട്ടിക്ക് ഒരു ആൻറ്റി സോഷ്യലായിട്ട് ഡെവലപ്പ് ചെയ്ത് വരാനുള്ള സാധ്യത വളരെയധികം കൂടുതലാണ് എന്നാണ് കാണാനായിട്ട് സാധിച്ചിരിക്കുന്നത്. പിന്നെ നമുക്ക് ഈ ജനറ്റിക്കൽ ഫാക്ടറും പേഴ്സണാലിറ്റിയും തമ്മിലുള്ള ബന്ധം പഠിക്കാനായിട്ട് ഉപയോഗിക്കുന്ന മറ്റൊരു മെത്തഡാണ് ഫാമിലി സ്റ്റഡീസ്. അതിനെപ്പറ്റി നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് ഡിസ്കസ് ചെയ്യുന്നില്ല, നിങ്ങൾ ജസ്റ്റ് ഒന്ന് മനസ്സിലാക്കിയിരിക്കുക അങ്ങനെ ഒരു ഫാമിലി സ്റ്റഡീസും കൂടെ ഉണ്ടെന്നുള്ള കാര്യം. അപ്പം ഇതിൻ്റെ ഒരു കൺക്ലൂഷൻ എത്തണമല്ലോ. അപ്പം നിങ്ങൾക്ക് എന്താണ് തോന്നുന്നത്? അതായത് ഒരു കുട്ടിയുടെ പേഴ്സണാലിറ്റി നിർണ്ണയിക്കുന്നതിനകത്ത് എൻവയോൺമെൻറ്റൽ ഫാക്ടേഴ്സിനാണോ അതോ ജനറ്റിക്കലായിട്ടുള്ള ഫാക്ടേഴ്സിനാണോ കൂടുതൽ ഇമ്പോർട്ടൻറ്റ്? അല്ലെങ്കിൽ വേറൊരു രീതി ചോദിച്ചാൽ നിങ്ങൾ നർച്ചറിസ്റ്റ് തിയറിസ്റ്റ് ആണോ അതോ നാച്ചുറലിസ്റ്റ് തിയറിസ്റ്റ് ആണോ എന്താണെന്നുള്ളത് നിങ്ങൾ പറയുക. അപ്പോൾ ഏതായാലും എൻ്റെയും കൂടെ ഒരു അഭിപ്രായം ഞാൻ പറയാം. കാരണം ഈ ഒരു വിഷയത്തിനകത്തൊരു എൻ്റെ ഒരു മനസ്സിലാക്കൽ ഞാൻ ഷെയർ ചെയ്യാം. എൻ്റെ ഒരു മനസ്സിലാക്കലനുസരിച്ച് ഈ എൻവയോൺമെൻറ്റൽ ഫാക്ടേഴ്സിനും അതുപോലെ തന്നെ ബയോളജിക്കൽ ഫാക്ടേഴ്സിനും ഇമ്പോർട്ടൻസ് ഉണ്ട് എന്നുള്ള. പക്ഷേ ആ ഇമ്പോർട്ടൻസിൻ്റെ സ്വഭാവം എന്ത് എന്നുള്ളത് കൂടെ ഞാൻ പറയാം. അതായത് നമുക്ക് ബയോളജിക്കലായിട്ട് തന്നെ ജനറ്റിക്കലായിട്ട് തന്നെ ചില ടെൻഡൻസീസ് നമുക്ക് കൈമാറി കിട്ടും. ഇപ്പം ആൻറ്റി സോഷ്യൽ ടെൻഡൻസീസ് അല്ലെ ഷൈനസ്, അങ്ങനെയുള്ള ടെൻഡൻസീസ് നമുക്ക്, ഇൻ്റലിജൻസ് തുടങ്ങിയ ടെൻഡൻസീസ് നമുക്ക് ബയോളജിക്കലായിട്ട് തന്നെ നമുക്ക് നമ്മുടെ പേരൻസിൽ നിന്ന് കൈമാറ്റം ചെയ്യപ്പെട്ട് കിട്ടും. പക്ഷേ ആ ഒരു ടെൻഡൻസീസ് വർക്ക് ചെയ്യണോ വേണ്ടയോ എന്ന് തീരുമാനിക്കുന്നത് എൻവയോൺമെൻറ്റൽ ഫാക്ടേഴ്സാണ്. ഓക്കെ, അതായത് ഒരാൾക്ക് ആൻറ്റി സോഷ്യൽ പേഴ്സണാലിറ്റി ടെൻഡൻസീസ് ഉണ്ട് എന്നുള്ളത് കൊണ്ട് മാത്രം അയാൾ ഒരു ആൻറ്റി സോഷ്യലായിട്ട് മാറത്തില്ല. അയാളുടെ എൻവയോൺമെൻറ്റും കൂടെ അതിന് അനുകൂലമായിട്ടുണ്ടെങ്കിൽ മാത്രമേ ഉള്ളൂ
അയാൾ ആൻറ്റി സോഷ്യലായിട്ട് മാറത്തുള്ളൂ. ഇപ്പോൾ ഒരു ഉദാഹരണം തീപ്പെട്ടി ഉരച്ചാൽ കത്താനുള്ള സാധ്യത വളരെ കൂടുതലാണ് ആണല്ലോ. തീപ്പെട്ടി ഉരച്ചാൽ കത്തും, പക്ഷെ നമ്മൾ കല്ലുരച്ചാൽ കത്തത്തില്ല, അത് വേറെ കാര്യം. അപ്പോൾ തീപ്പെട്ടി ഉരച്ചാൽ കത്താനുള്ള സാധ്യത കൂടുതലാണ്. നമ്മൾ തീപ്പെട്ടി ഉരയ്ക്കുന്നില്ലെങ്കിലോ അതിൻ്റെ പെട്ടിയായിട്ട് കത്തൂ ഇല്ലല്ലോ. ഇനിയല്ല നനഞ്ഞ തീപ്പെട്ടിയാണെന്ന് വിചാരിക്കുക, നമ്മൾ എത്ര ഉരച്ചാലും കത്തുമോ? ഇല്ല, അത് ചൂടാക്കിയാലേ കത്തത്തുള്ളൂ. അപ്പം നമുക്ക് ബയോളജിക്കലായിട്ടുള്ള പല ടെൻഡൻസീസ് ഉണ്ടാവാം, പക്ഷേ അത് വർക്ക് ചെയ്യണോ വേണ്ടിയോ എന്നുള്ളത് തീരുമാനിക്കുന്നത് എൻവയോൺമെൻറ്റൽ ഫാക്ടേഴ്സാണ്. ഒരു ഉദാഹരണം ഇൻ്റലിജൻസ്. ഹൈലി ഇൻ്റലിജൻ്റ് ആയിട്ടുള്ള പേരൻസിന് ജനിച്ച് ഹൈലി ഇൻ്റലിജൻ്റ് ആയിട്ട് വളരാനുള്ള ഡെവലപ്പ് ചെയ്ത് വരാനുള്ള ടെൻഡൻസി ഉണ്ടെന്ന് വിചാരിക്കും ഒരു കുട്ടിക്ക്. പക്ഷേ അയാളുടെ എൻവയോൺമെൻറ്റ് വളരെ പുവറാണെങ്കിലോ ആ ഇൻ്റലിജൻസ് വർക്ക് ചെയ്യാനുള്ള സാധ്യത വളരെ കുറവാണ്. അപ്പം അങ്ങനെ വേണം നമ്മൾ ഈ ഒരു വിഷയത്തെ നമുക്ക് കാണാനായിട്ട്. ഒരാൾക്ക്, അതായത് കൺക്ലൂഷൻ ഇതാണ്, എൻ്റെ ഒരു മനസ്സിലാക്കൽ ഇതാണ്, ഒരാൾക്ക് ബയോളജിക്കൽ ആയിട്ട് പലതും കിട്ടിയേക്കാം, പക്ഷെ അത് വേണോ വേണ്ടോ എന്ന് തീരുമാനിക്കുന്നത് അയാളെ എൻവയോൺമെൻ്റാണ്. അപ്പോൾ ഇതിൻ്റെ തുടർച്ചയായിട്ട് കുറച്ച് കാര്യങ്ങളും കൂടി ഉണ്ട്. അപ്പോൾ അതൊക്കെ നമുക്ക് പിന്നീട് ഡിസ്കസ് ചെയ്യാം എന്ന് കരുതുന്നു, അടുത്ത സെക്ഷനിൽ ഡിസ്കസ് ചെയ്യാം എന്ന് കരുതുന്നു. ഇപ്പോൾ ഇത്തരത്തോളം പറഞ്ഞൊരു കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് മനസ്സിലായി കാണും എന്ന് വിചാരിക്കുന്നു. അപ്പം ഓക്കെ.